ഹെലികോപ്റ്റർ എത്തി. അബ്ദുൾ റസാഖേ, ഇവിടെ ഇറക്ക്. അബ്ദുൾ റസാഖ് ഹെലികോപ്റ്റർ കൊണ്ട് എത്തിയിട്ടുണ്ട്. നീ ഫോൺ വെക്കി, ഞാൻ അതിൽ കേറിയിട്ട് വിളിക്കാം. റസാഖേ, ഇവിടെ ഇറക്ക്. എടാ പോത്തെ റിവേഴ്സ് അടിക്കടാ. അവന്റെ ഒരു ലക്ക്. മുതലാളി, ആ മണ്ടൻ റസാഖ് നമ്മളെ കേട്ടത് തിരുവനന്തപുരത്തേക്ക് ഒറ്റക്ക് പോണാണ്. കണ്ടാ ദേവൻ വിളിക്കണ്. എടാ റസാഖേ, നീ എങ്ങാനാണ് ഈ പോണത്? തിരിച്ചു വാ. തിരിച്ചു വരാനോ? എടാ ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ആംബുലൻസ് വരുന്നു. ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു. വണ്ടി കണ്ടിട്ട് നീ എങ്ങോട്ടാണ് ഈ പോണത്? ഇങ്ങോട്ട് വരാത്ത എന്താണ്? എവിടെ എത്തിന്ന്? എവിടെ എത്തിന്നാ പറയണത്? നിൽക്കുന്നത് കണ്ടൂടെ? എന്താടാ ഇത്? ആ ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചവണ്ടി കൊണ്ടാ വന്നേക്കണ ചവമ്മേ. എടാ ഇപ്പൊ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും സ്പീഡുള്ള ഹെലികോപ്റ്ററാണിത്. ആദ്യം പറഞ്ഞപ്പോ സമ്മതിച്ചില്ല, പക്ഷെ 2 കൈമടക്ക് കൊടുത്തപ്പോ അവൻ സമ്മതിച്ചു. ഇല്ലടാ. 6 മണി എന്നല്ലേ പറഞ്ഞത്? ഒരു 5:30 എത്തിയ കുഴപ്പമുണ്ടോ? 5:30 പറ്റില്ല, 6 മണിക്ക് എത്തിക്കണം. 6 മണിക്ക് എത്തിക്കില്ലടാ. സംസാരിക്കുന്ന സമയങ്ങളണ്ട. എല്ലാരും കയറി. അതെ വേടാ, ഞാൻ റസാഖിക്കയുടെ കൂടെ കയറിക്കോളാം. നീ വണ്ടി ഒതുക്കിയിട്ടിട്ട് പുറകെ കയറി. ഹലോ, ഹെലികോപ്റ്ററിൽ കേറിയോ? പിന്നെ ഞങ്ങൾ എല്ലാരും ഇപ്പൊ പറക്കാണ്. എല്ലാരും? ആരൊക്കെ? കേക്കണോ? ഹലോ, ഞാൻ അബ്ദുൾ റസാഖാണ്. ഞാൻ സ്റ്റെൻസിലാവോസ്. ശരിയല്ലേ? ശരിയാണ്. എന്താ കേട്ടോ? ഹെലികോപ്റ്ററിനകത്ത് ഫോൺ സിഗ്നൽ കിട്ടുവോ? അപ്പൊ നിങ്ങൾ മേളിൽ എത്തിയില്ലേ ഇതുവരെ? ഞങ്ങൾ എത്തിയിട്ടില്ല, പക്ഷെ ഒരാള് നേരത്തെ മുകളിൽ എത്തിയിട്ടുണ്ട്. അയാളെ കൊണ്ടാ ഞങ്ങൾ പോകുന്നത്. മേളിന് താഴെ എത്തിയതാ. അപ്പൊ നിങ്ങൾ എന്താ മേളിൽ എത്താത്തെ? സമയായിട്ടില്ല, കുറച്ച് കഴിയുമ്പോ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ ഞങ്ങളെ കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചോ ഞങ്ങൾ മുകളിലെത്തിന്ന്. ശരിയല്ലേ? നിങ്ങളുടെ ആരാണിത്? ഇത് അളിയൻ, ഇത് പെങ്ങള്. ഇത് പെങ്ങളാ? ഇതെന്റെ അളിയനാണ്. ആ, ഇവിടുന്നായിരുന്നല്ലേ? എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ ചേട്ടാ? ഓ, ഇത് ഇവിടുന്നായിരുന്നോ? എന്ത് പറ്റിയാ മരിച്ചത്? ഞങ്ങള് വെള്ളം അടിച്ചു വരുമ്പോ അളിയൻ ഒരു കരിക്ക് കുടിക്കണമെന്ന് തോന്നി. നേരെ കരിക്കിടാൻ വേണ്ടി തെങ്ങ കയറിയതാ. കള്ളു കുടിച്ച് തെങ്ങക്കറി പിടിവിട്ട് കാണും അല്ലേ? ഇങ്ങനെ ഒരു പിടിപിടിച്ചാൽ ചത്താലും പിടിവിടാത്ത ആളാ. ഇപ്പൊ തന്നെ കിടപ്പിന് നോക്കി പിടിവിട്ടിട്ടില്ല. ശരിയാണല്ലോ. പിന്നെ എന്താ പറ്റിയത്? കേറി മോളിൽ ചെന്നപ്പോ തെങ്ങീർന്നു പോയി. തെങ്ങ് തീർന്നു പോയ? ഇടിവെട്ട് കൊണ്ട് മണ്ട പോയ തെങ്ങായിരുന്നേ. തപ്പി മേളിലേക്കുന്നു, നേരെ താഴേക്ക് പോയി. എന്നിട്ട് ആളെന്റെ ആളാ ഇപ്പൊ പാലക്കാട് തഹസിൽദാര്. ഉദ്ഘാടനം ചെയ്യുന്നതിനായി സുപ്രസിദ്ധ സിനിമാ താരം മിസ് റാണി കബീർ ഏതാനും മിനിറ്റുകൾക്കകം എത്തിച്ചേരുന്നതാണ്. അയ്യോ വേണ്ട സാറേ. മേടിച്ചോ, താൻ ഫ്രീ ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഇവിടം വരെ ഞങ്ങളെ കൊണ്ട് ആക്കി തന്നതിന് വലിയ ഉപകാരം. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ നന്ദി പറയണ്ട്. രാത്രി 7:00 തന്നെ ഞങ്ങള് 5:30 എന്നെ എത്തിച്ചില്ലേ? ഇതുപോലെ 1/2 മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ജീവൻ ഇങ്ങനെ മരിക്കില്ലായിരുന്നു സാറേ. ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ മുതലാളി എന്നെ കൊല്ലില്ല. ഇല്ലേ മുതലാളി? വിഷമമുള്ളോണ്ട് ചോദിക്കാ, കുട്ടി മാരീഡ് ആണോ? മാരീഡായി കിടക്കണം. അല്ല പിന്നെ വെൽക്കം മിസ് റാണി കബീർ. ഹലോ മിസ് റാണി കബീർ. ഇതാരാണ്? ഇതാണ് മുതലാളി വാണി മുഖർജി. ഇതാണ്? കൂടെ പോകാൻ പാടാം. മിസ് റാണി കബീർ, നിങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? അത് ആരാണെന്ന് വെളിപ്പെടുത്താമോ മാഡം? സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലും ആണോ? ശരിയാണ്, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. സിനിമയുമായി അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. ഈസ് എ ബിസിനസ് മാൻ ആൻഡ് എ വിഡോവർ. ഒരു കുട്ടിയുണ്ട്. അവിടെ വഴിയില്ല. ഇവിടെ കൂടെ പോകാൻ പാടാം. ഇവിടെയൊന്നും ശരിക്കും ഹെലികോപ്റ്റർ വേണ്ടത്. അങ്ങോട്ട് പോകാനും വഴിയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? അത് ആരാണെന്ന് പറയൂ മാഡം. മലയാളിയാണോ? വിവാഹം ഉടനെ ഉണ്ടാകുമോ മിസ് റാണി കബീർ? അതിനെന്താ, നമുക്ക് ഇതിനകത്തൂടെ അകത്തോടെ നീ വാ. ആ കുത്തി കൊണ്ടല്ലേ? മിസ് റാണി കബീർ പറയൂ പ്ലീസ്. ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ബൈ. പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞ ആള് ദേ വരുന്നു. ഇത്
കൊച്ചിയിലെ ഭാസ്കർ മുതലാളിയല്ലേ? ഇതാണോ കക്ഷി? ആ തിരുവനന്തപുരത്ത് ഇറങ്ങിറങ്ങി. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വ്യവസായ പ്രമുഖനും ബാങ്കർ ശ്രീ ശങ്കരനാരായണന്റെ മകനുമായ മിസ്റ്റർ ഭാസ്കർ ആണ്. ഇദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഭാസ്കർ മുതലാളി. നമസ്കാരം. സോറി മാഡം, അദ്ദേഹം കൂടെ വന്ന് ഒരുമിച്ച് പോവാം. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? റാണിക ബിയറിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മൾ എന്തിനു മറച്ചു വെക്കണം? തുറന്നു പറ. ഇവരിതെങ്ങനെ അറിഞ്ഞു? ഇവർക്ക് ഇത് തന്നെ പരിപാടി. ശരിയാണ്. ഇന്നലെ ഫുള്ളേറ്റ് ഉണ്ടായിരുന്നു കൂടി പറ മുതലാളി. റാണി കബീർ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? ആദ്യമൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അങ്ങനെ മനോവിഷമം വരുമ്പോഴൊക്കെ മുതലാളി എന്നെ വിളിച്ച് പറയും. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ പോയി തപ്പിപ്പിടിച്ച് രഹസ്യമായിട്ട് റൂമിലെത്തി. വലിയ മുതലാളിക്ക് ഇതൊക്കെ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലടാ ഭാര്യ മരിച്ചത്. അതല്ല മുമ്പ് പറഞ്ഞത്. ഇനി അത് പിന്നെ ചോദിച്ചു മുതലാളി വിഷമിപ്പിക്കാന്ന് മാറണേ. മുതലാളി വന്ന് അവരോട് പേടിപ്പിക്കാൻ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ മൈക്കും ചവിട്ടി ക്യാമറയിൽ ഞാൻ തുപ്പി വെക്കും. ഹായ്. ഹായ്. ഹലോ, നമസ്കാരം. നിങ്ങൾ മാഡത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അല്ല, ഞങ്ങളിവിടെ നിങ്ങൾ രണ്ടുപേരും മാഡത്തിന്റെ കൂടെ തന്നെ ഇരിക്കണം. വരൂ. Dear friends, this year we have very special guest for Editors Hi. 2015. What's your name? Adi, There is none other than can I take a popular selfie film with you? actress, Oh, sure. Ms. Rani Thank you. Kabir. I cordially invite Ms. Thank you so Rani much. Kabir Okay. for inaugural address. Ma'am, please. So kids, this is a one-time opportunity. മാഡം പ്രണയത്തിലാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇത് സത്യമാണോ? ശരിയാണ്. ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പോൾ നിങ്ങളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. റാണി കബീർ എന്നാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഇഷ്ടമാണോ? നീ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു? ഇതൊക്കെ ന്യൂസാ പപ്പ. കേരളത്തിലെ പ്രമുഖ വ്യവസായിയും ബാങ്കർ ശങ്കരനാരായണന്റെ മകനുമായ ഭാസ്കറാണ് കാമുകൻ. ഭാസ്കറിന് നേരത്തെയുള്ള വിവാഹത്തിൽ ഒരു ആൺകുട്ടിയുണ്ട്. ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് റാണി കബീറും ഭാസ്കറും ചേർന്നാണ് അവരുടെ വിവാഹ വാർത്ത സ്ഥിരീകരിച്ചത്. Thank you. നല്ല സംഗീത കച്ചേരിയായിരുന്നട്ടാ. താങ്ക് യു ഇല്ലേ? സംഗീത കച്ചേരിയല്ലടാ, ശിങ്കാരി മേഡം. ഓ, എനിക്ക് രണ്ട് മാറിപ്പോയി. മുതലാളി. ഹലോ, അബ്ദുറസാഖെ, എന്തോ? നീ എവിടെയാണ്? ഞാനിവിടെ ഓടിച്ചോടുത്ത് തന്നെ ഉണ്ട്. അപകടമാണ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് എറണാകുളത്ത് എത്തണം. ഒരു വണ്ടി വേണം. ആംബുലൻസ് വേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. ഓക്കെ.